നമസ്കാരം. എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 2 or more പീപ്പിൾ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പേഴ്സൺ അയാളുടെ മെസ്സേജ് അല്ലെങ്കിൽ ഐഡിയാസ്, ഒപ്പീനിയൻ ഇതൊക്കെ അനദർ പേഴ്സണുമായിട്ട് ഷെയർ ചെയ്യുന്നു. എക്സാക്ട്ലി ഇയാൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് സെക്കൻഡ് പേഴ്സണ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് സെൻഡർ മെസ്സേജ് എൻകോഡ് ചെയ്ത് ഒരു പ്രോപ്പർ ചാനലിലൂടെ റിസീവറിലേക്ക് എത്തിക്കുന്നു. സെൻഡർ സെലക്ട് ചെയ്യുന്ന ചാനൽ ഇമെയിൽ, ഫോൺ അങ്ങനെ ഏതുമാകാം. മെസ്സേജ് ചെയ്യുന്ന റിസീവർ അത് ഡീകോഡ് ചെയ്ത് മെസ്സേജ് ഇന്റർപ്രറ്റ് ചെയ്ത് ഒരു പ്രോപ്പർ ചാനലിന് സെൻഡറിന് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കും. റിസീവർ സെൻഡറിന് ഫീഡ്ബാക്ക് അറിയിക്കുമ്പോൾ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ ആദ്യത്തേത് നമുക്ക് നോക്കാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ. വേർഡ്സ് ആൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് വെർബൽ എന്ന് പറയുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? രണ്ടായിട്ട്. അതിൽ ആദ്യത്തേതാണ് ഓറൽ, രണ്ടാമത്തത് റിട്ടൺ. ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ സ്പോക്കൺ വേർഡ്സിലൂടെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് ഓറൽ എന്ന് പറയുന്നത്. ഇതിൽ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, സ്പീച്ച്, ടെലിഫോണിക് കോൺവെർസേഷൻ എന്നിവ ഉൾപ്പെടുന്നു. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ റിട്ടൺ വേർഡ്സിലൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിലൂടെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ലെറ്റർ, ടെലിഗ്രാം, മാനുവൽസ്, ബുള്ളറ്റിൻസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് ഫോർമൽ ആൻഡ് ലെസ് ഫ്ലെക്സിബിൾ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അടുത്തത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഐ കോണ്ടാക്ട്, ജസ്റ്റർ, പോസ്റ്റർ എന്നിവയിൽ കൂടി കമ്മ്യൂണിക്കേഷൻ കൈമാറുന്നു. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്നാണ് പറയുന്നത് ഇതില്. അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയോട് നമുക്ക് ആക്ഷൻ വഴി, ഇപ്പൊ കൈകാലുകൾ തമ്മിൽ ആക്ഷൻ കാണിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ വെർബലിലാവുമ്പോഴത്തേക്കും ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. നോൺ വെർബലിലാവുമ്പോൾ ജസ്റ്റ് ആക്ഷനിലൂടെ മാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. അപ്പൊ രണ്ട് കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുന്നു. ഇനി അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.